പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്നതൊക്കെ ചെറുതേനീച്ച കൂടുകളാണ്. ഈ സൈഡിലുണ്ട്, ആ സൈഡിലോട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ചൂടടിക്കുന്നതാണ്, കുറച്ച് വെയിലൊക്കെ അടിക്കുന്ന സ്ഥലമായ കാരണം ഇതിൻ്റെ പുറകിലാണ് നമ്മൾ കുറച്ച് അധികം കൂടുകൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഏതാൾക്കും ചെയ്യാവുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ നമ്മൾക്ക് ആർക്കും സുഖമായിട്ട് ചെറുതേനീച്ച കൃഷി തുടങ്ങാൻ പറ്റുന്നതാണ് നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി. അപ്പോൾ ഈ ഭാഗങ്ങളിൽ ഒരുപാട് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് കുറച്ചും കൂടി ചൂട് കുറവും തണലുള്ള സ്ഥലം. അപ്പോൾ ഈ കാണുന്ന കൂടുകൾ മുളയുടെ അകത്തുണ്ട്, PVC പൈപ്പിനകത്തുണ്ട്. PVC പൈപ്പിനകത്ത് കുറവാണ് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതുണ്ടാവും മുളയുടെ അകത്താണ് കുറച്ചും കൂടി നല്ല ക്വാളിറ്റി. അതേപോലെ തന്നെ നല്ല തിക്നെസ്സുള്ള മരം കൊണ്ടുണ്ടാക്കിയ കൂടുകൾ, അതൊക്കെ അതിനകത്തെ തേനിനൊക്കെയാണ് ഒരുപാട് ഉൽപ്പാദനമുള്ളത്. അതേപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റിയും കാണുന്നത്. PVC പൈപ്പിനകത്തൊക്കെ ആണെങ്കിൽ ഈ സംഭവം കുറച്ച് കുറവാണ്. അതുപോലെ തന്നെ അതിനകത്ത് തേനിനത്ര കളറൊന്നുമില്ല, തീരെ ലൈറ്റായിട്ട് വെള്ളം പോലെ ഇരിക്കുന്ന തേനാണ്. അപ്പോൾ ഇത് അങ്ങേറ്റത്തൊരു കല ഇരിപ്പുണ്ട്. ഇത് ചെയ്യാൻ വേണ്ടി കാരണം, ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം, കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് നമ്മൾ ഈ കാണുന്ന കലത്തിനകത്തുനിന്ന് വേറെ ഒരു കൂട്ടിലേക്ക് നമ്മൾ, അതായത് ഈ കലത്തിലെ തേന് നമ്മൾ എടുത്തു. അതോടൊപ്പം തന്നെ വേറൊരു അതേപോലെ ഒരു പെട്ടി ഉണ്ടാക്കിയിട്ട് നമ്മൾക്ക് ആ പെട്ടിയിലോട്ട് നമ്മൾ ചെറുതേനീച്ചേനെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം നമ്മൾക്ക് 2 കൂടായി. ഇതാ ഈ കലം ഇവിടെ ഇരിപ്പുണ്ട്, കലത്തിൽ ഈച്ചയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മാറ്റിയത് ഞാൻ വീടിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചേക്കാണ്. അപ്പോൾ ആ മാറ്റിയ അതിനകത്തും ആ പെട്ടിക്കകത്തും ഈച്ചകളുണ്ട്. അപ്പോൾ ഈ വർഷം നമ്മൾക്ക് 2 എണ്ണത്തിനകത്ത് നിന്ന് തേനെടുക്കാം. 2 എണ്ണത്തിനകത്ത് തേനെടുക്കുമ്പം രണ്ടും ഇത് നമ്മൾക്ക് ഈ കൊല്ലം ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മരത്തിൻ്റെ ആ പെട്ടിക്കെല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ പെട്ടിക്ക് നമ്മൾക്ക് ഒരു കൂടും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ വർഷം നമ്മൾക്ക് മൊത്തം 4 പെട്ടി ഉണ്ടാക്കാം. വളരെ സിമ്പിളാണ്, നമ്മൾക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങളൊക്കെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയുടെ ലിങ്കെല്ലാം ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവരും കാണുക. അതുപോലെ തന്നെ ഈ സംഭവത്തിന് നല്ല റേറ്റാണ്. ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾക്ക് ഒരു വർഷത്തിൽ 1 പ്രാവശ്യമേ തേനെടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴാണ് തേനെടുക്കുന്നത്, മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ 1 പ്രാവശ്യം തേനെടുക്കുന്ന 1/2 കിലോ, ഏറ്റവും വലിയ കൂടിൽ നിന്ന് ഈ കലത്തിനകത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ തന്നെ 1 കിലോ ഒന്നും കിട്ടത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ വർഷത്തിൽ 1 പ്രാവശ്യം എടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല വിലയാണ് ഈ സാധനത്തിന്. അപ്പോൾ ഈ വില കൂടുതലുള്ള കാരണം ഇതിനകത്ത് മായം ചേർക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പം നമ്മളിപ്പം 1/2 കിലോ ഈ തേനും അതേപോലെ തന്നെ 1/2 കിലോ നമ്മളുടെ സാധാരണ കാട്ടുതേനോ വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ പെട്ടീച്ചയോ അതിൻ്റെ തേന് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇതെന്തായിരിക്കും എന്നുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പം നല്ല രീതിയിൽ മായമൊക്കെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഈ സംഭവമൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കണ്ടോ, എല്ലാവരും നല്ല ഉഷാറായിട്ട് പണിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ രീതിയിലൊരു പെട്ടിയിലോട്ടാണ് മാറ്റിയത്. ആ പെട്ടിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് നമ്മൾ കലത്തിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്ത 2ാമത്തെ കൂട്. ഇത് നോക്കുക, ഡോറൊക്കെ നല്ല രീതിയിൽ പണിതിട്ട് ഒരുപാട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഈച്ചകളും ഉണ്ട്. അവർ നല്ല രീതിയിൽ വന്ന് ഇറങ്ങി പോകുന്നുണ്ടോ. അതിൻ്റെ അർത്ഥം നമ്മൾ ഏതൊരു ഇത് നമ്മൾ ഈച്ചക്കൂട് കണ്ടാലും കുറച്ച് നോക്കണം. അത് ഒരുപാട് പണിക്കാർ പോയിട്ട് തേനും കൊണ്ട് വരുന്നുണ്ടോ. അതേപോലെ തന്നെ ഡോറ് കുറച്ച് ഈ രീതിയിൽ പുറത്തോട്ട് തള്ളി നിൽക്കുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് തേനുണ്ട്. അപ്പോൾ ഇത് വെച്ചത് പിന്നെ ഞാൻ ഇപ്പോഴാണ് നോക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ മാസം 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം ഇതിൻ്റെ അകത്ത് തേനും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്തോരം ഉണ്ടെന്ന്. അപ്പോൾ ഇതിനു മുമ്പ് വ്യക്തമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ കലത്തിൽ നിന്ന് മാറ്റിയത് എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഒരു വീഡിയോ നമ്മൾക്കിത് തുറന്ന് ഇതിനകത്ത് എന്തോരം തേനുണ്ടെന്നും കൂടി നോക്കാം.